എനിക്ക് നിന്നെ കൊല്ലാൻ നിമിഷ നേരം മതി, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നീ എന്താ സിനിമയാണോ കാണുന്നത്? ഇതാണ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം തന്നെ പീഡിപ്പിച്ച ഒരു പെൺകുട്ടി ഗർഭിണിയായ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതാണ്. ഇതാണോ ഒരു ജനപ്രതിനിധിയുടെ വാക്കുകൾ? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്താണ് ഉറപ്പ്? നിങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയണത്? അല്ല, ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ കയ്യിൽ ഉണ്ടായിട്ട് ഇത്രയും കാലം എന്തിനും മിണ്ടാതിരുന്നു? ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ 8 മാസം അടുത്തില്ല, തദ്ദേശ ഇലക്ഷനിലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഇത്രയും, അല്ലെങ്കിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഇര എങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്യമെങ്കിൽ അത് കോൺഗ്രസ് ആണ്. അവരുടെ ആശയങ്ങൾ തകർക്കാനായിരിക്കും ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി വരുന്നത്. ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇങ്ങനെ ഒരു മാധ്യമത്തിന് മാത്രം സെക്കൻഡുകൾ ബൈ സെക്കൻഡ് ഇത് എങ്ങനെ കിട്ടുന്നു? ഇതൊക്കെ ബ്രേക്കിംഗ് ആക്കാനല്ലേ? ഞാനൊരു കാര്യം പറ്റേ, ഒരു സെക്കൻഡും അല്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ആ പ്രസ്തുത ചാനല് ഭരണത്തിനെതിരെ ആയതുകൊണ്ടെന്നാണോ? ആ ഒരു ചാനൽ ഭരണത്തിനെതിരോ? ആ ചാനലോ? റിപ്പോർട്ടർ ഭരണത്തിലല്ല, പ്രതിപക്ഷത്തിനെതിരെ. ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. പ്രതിപക്ഷത്തിനെതിരെ ആയതുകൊണ്ടെന്നല്ലേ പറയുന്നത്? ശരി ആവട്ടെ, ആ ഒരു ചാനലിൽ മാത്രമല്ലല്ലോ, അതിൽ വന്നു കഴിയുന്നതിന്റെ പുറകെ എല്ലാ ചാനലിലും വരുന്നില്ലേ? പിന്നെ ഇങ്ങനെ ഒരു ആരോപണം എന്ന് പറയുന്നത് അങ്ങനൊന്നും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും. നാണം കെടുത്തണമെന്നും അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം മുതൽ ഈ ഒരു വാർത്ത വന്നപ്പോൾ മുതൽ നമ്മളിവിടെ ടോക്ക് എടുക്കുന്ന സമയത്തും അല്ലാതെ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് രാഹുലിന് യാതൊരുവിധ കുലുക്കവും ഇല്ല. ഇനി അതേപോലെ ഞാൻ ചോദിക്കട്ടെ, അതിപ്പോ മറ്റേ CPM പോലെ പാനലൊക്കെ ഉണ്ടാക്കി ജഡ്ജസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അന്വേഷിക്കുമെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞില്ലേ? ശ്രീകണ്ഠൻ പോയി അന്വേഷിക്കുവോ? ആ പെൺകുച്ചി ഡെലിവറി കഴിഞ്ഞോ? ആ പെൺകുച്ചിന്റെ കുട്ടിക്ക് എത്ര വയസ്സ്? അല്ല, ഇത് ഞാൻ ചോദിച്ച ചോദ്യമാണ് നേരത്തെ. അറിയേണ്ടതാണത്. ഇപ്പൊ ഇങ്ങനെ ഒരു തെളിവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ കിട്ടുന്നതെല്ലാം നമ്മൾ കൊടുക്കാനുള്ളതാണോ ചാനലുകള്? അതിന്റെ വസ്തുത ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സംഭവം ഈ രാഷ്ട്രീയ പാർട്ടിയല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വന്നാൽ കൊടുത്ത വാർത്തയാവില്ലേ? ഇതിപ്പം കോൺഗ്രസിൽ വന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും പറയുന്നത്. അത് കോൺഗ്രസിൽ ആയതുകൊണ്ടാണ് ചേട്ടാ ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാര്യം സരിതയുടെ പേരും പറഞ്ഞ് എത്ര കാലം മാധ്യമങ്ങൾ ആഘോഷിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, സരിതയുടെ വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്ത്യ വിഷൻ ചാനലിൽ ജോലി ചെയ്യുന്ന സമയം അന്നും ഇതുപോലെ തന്നെ ആഘോഷം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചാനലുകൾ എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന് നേരെയും മുകേഷിന് നേരെയും വരുമ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുന്നത്? പരാതി കിട്ടിയാൽ പോലും ആരോപണ വിധേയൻ മാത്രമാണ്, അതുകൊണ്ട് ഒന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. ഒരിക്കലും അങ്ങനെ മാധ്യമങ്ങളെ മാത്രം നിങ്ങൾ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അടച്ചാക്ഷേപിച്ചതല്ല ചേട്ടാ. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ മീര, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന വന്നു. ഈ പറയുന്ന രീതിയിൽ ആരോപിതനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഞെട്ടുന്ന രീതിയിൽ ഒരു തീരുമാനം ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് VD സതീശൻ പറഞ്ഞു എങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇതിൽ ഈ പറയുന്ന തെറ്റുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കുണ്ട്. മാങ്കൂട്ടത്തിന്റെ MLA പദവി രാജിവെപ്പിക്കും എന്നുള്ളതിന്റെ ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ അടുത്തൊരു പത്രസമ്മേളനം അത് അറിഞ്ഞു. അത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വരുമെന്നാണ് അറിയുന്നത്. അതെന്താണ് എടുക്കുന്ന തീരുമാനം എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ രാഹുൽ ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത് ആദ്യം ആ ഒരു കുറച്ച് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് വേറൊരു പ്രസ്താവനകളും വാർത്തകളും ഒക്കെ വന്നിരുന്നു. അന്നും രാഹുൽ പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് അന്ന് തെളിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോ 2-3 ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയം വഷളായി വിവാദമാകുന്നത്. അങ്ങനെ പറയാൻ പറ്റൂ. കാര്യം എന്താന്ന് വെച്ചാൽ ആ രീതിയിലാണ് മാധ്യമങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നത്. അല്ല, അങ്ങനെയുള്ള വിഷയമാണ്, ഹോട്ട് സബ്ജക്റ്റ് ആണ്. അങ്ങനെ ഹോട്ട് സബ്ജക്റ്റ് ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സോളാർ വിഷയം ഉണ്ടാകുന്നില്ലേ? സോളാർ വിഷയം ഉണ്ടാകുമ്പോൾ ഈ വിഷയവുമായി ആദ്യം ചെല്ലുന്ന എവിടെയെന്നറിയോ? പീപ്പിൾ ചാനലിലാണ് ചെല്ലുന്നത്. കൈരളി ചാനലിലെ പീപ്പിൾ ചാനലിലാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആദ്യം വിവരം പോകുന്നത്. അവിടെയാണ് അന്ന് ഈ വാർത്ത എടുക്കില്ലെന്ന് പറഞ്ഞു. കാരണം ബ്രിട്ടാസ് അന്ന് ഇതിൽ ഭാഗമാക്കുക. സരിതയുടെ ഫോൺ നമ്പർ ലിസ്റ്റിൽ ബ്രിട്ടാസിന്റെ നമ്പറുണ്ട്. ഈ ബ്രിട്ടാസിന്റെ നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ ആ റിപ്പോർട്ടർ പറഞ്ഞു, എൻ്റെ പൊന്നെ, നിങ്ങൾ ആദ്യം വേറെ ഏതെങ്കിലും ചാനലിൽ ഇതൊന്ന് കൊടുക്കുക, എന്നിട്ട് ഞാനിത് അടിച്ചോളാം എന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യ വിഷനിലാണ് ഈ റിപ്പോർട്ട് ആദ്യം വരുന്നത്. വന്നതിന് ശേഷം രണ്ടാമത് കൈരളി ചാനൽ പീപ്പിളിൽ ഈ വാർത്ത വരുമ്പോൾ ബ്രിട്ടാസ് വീട്ടിൽ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, തൻ്റെ വാർത്ത വന്നുകൊണ്ടിരിക്കുക ചാനലിൽ. അതായിരുന്നു വാർത്ത. അത് അന്ന് സ്വന്തം ചാനലിൽ വാർത്ത വന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എരിവുള്ള വാർത്തയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. മീര തന്നെ പറഞ്ഞു, സെക്കൻഡുകൾക്കകം പുതിയ വാർത്തകൾ വരുന്നു, പുതിയ ശബ്ദരേഖ വരുന്നു. ഈ വാർത്തയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഞാനും മീരയും നമ്മളടങ്ങുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ എല്ലാവരും വാർത്താ ചാനലുകൾ വരെ ഈ ഒരു വാർത്തയും കൊണ്ട് 3 ദിവസം കൊണ്ട് പോവുകയല്ലേ. ഇതിനി അവസാനിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിലേ പോകുള്ളൂ. രാജി വെക്കേണ്ട ആവശ്യമില്ല. പരാതി എവിടെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ മറ്റുള്ളവരെ ഉപമ പറയുന്നു.
മറ്റുള്ളവരുമായി ഉപമിച്ചാൽ പിന്നെ കോൺഗ്രസും ആ പാർട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസം? കോൺഗ്രസിനെ സംബന്ധിച്ച്, ലീഗിനെ സംബന്ധിച്ച് ഇനി ഒരിക്കൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ രാഹുൽ രാജിവെക്കട്ടെ. അതിൽ കോൺഗ്രസിൽ ആർക്കും വിരോധം ഉണ്ടാവില്ല. പക്ഷെ ആരോപിതനാകുമ്പോ തന്നെ വിഭാഗീയത എല്ലാവർക്കും ഉണ്ടാവും. നമ്മളിപ്പോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുമ്പോൾ 2 ഗ്രൂപ്പുകളാണ്. എനിക്ക് ചേട്ടനോട് വിമർശിക്കാം, ചേട്ടനെ കുറ്റം പറയാം, എല്ലാം പറ്റും. അതാണ് ഇപ്പൊ നടക്കുന്ന വിഭാഗീയത എങ്കിലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയില്ല ഉൾപാർട്ടിയിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പാർട്ടിക്കകത്ത് ഇതൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചിലപ്പോൾ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ വാർത്ത വന്നിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയിലാണ്. റിപ്പോർട്ടർ ടിവിയിൽ ഈ പ്രസ്തുത വാർത്ത കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ടർ തന്നെ ഒരു കോൺഗ്രസ് ബന്ധമുള്ള റിപ്പോർട്ടറാണ്. അയാൾ ആ കോൺഗ്രസ് ബീറ്റ് നോക്കുന്ന ആളാണ്. അയാൾക്ക് സോഴ്സുകൾ കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ കൊടുക്കുന്നതും ആകാം. അതും പറയാം. ഒരു വാർത്തയാണ്, വാർത്തയ്ക്ക് സോഴ്സ് നാണം കെടുത്തണം എന്ന് ഉദ്ദേശിച്ചാൽ എവിടുന്നായാലും വാർത്ത വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഈ രാഷ്ട്രീയക്കാരുമായി ചേർത്ത് 1965 മുതൽ പി ടി ചാക്കോ എന്ന് പറയുന്ന നേതാവിനോട് ചേർത്ത് സ്ത്രീ വിഷയ കഥയുണ്ട്. കാറിൽ കൂടി ഒരു സ്ത്രീ അന്നുണ്ടായിരുന്ന മാധ്യമം അല്ല ഇന്നത്തെ മാധ്യമം. അന്ന് മുതൽ ഇന്ന് വരെ മാധ്യമങ്ങൾ എന്തുമാത്രം മാറി. ആ കാലഘട്ടവും ഈ കാലഘട്ടവും ചേട്ടനൊന്നും ഒരു മാറ്റം ഉണ്ടോ? എന്നിട്ടും രാജിവെച്ചില്ലേ? പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അപ്പൊ എന്തേ ഉമ്മൻചാണ്ടി ഇളകിയില്ലല്ലോ? ഉമ്മൻചാണ്ടിയെ നിങ്ങൾ അടച്ചാക്ഷേപിച്ച സംഭവം ഉണ്ടായി. എന്നിട്ടും ഉമ്മൻചാണ്ടി ഇളവില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തകർന്നു പോവുകയാണ് ചെയ്തത് മാനസികമായി. സത്യം തെളിയിക്കപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്താണ്? പരാതി ഉണ്ടെങ്കിൽ പരാതിയുമായി തെളിവുകളുമായിട്ട് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെളിവാ കൊടുക്കുക? അപ്പൊ ഈ കൊടുത്തതൊന്നും തെളിവല്ലേ? കുട്ടിയെ പടവും കൊണ്ട് തെളിവിന് പോകണം. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ചേട്ടാ. ഒരു പരാതി കൊടുക്കുന്നില്ല ഒരാളും. പരാതി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അയാളൊരു ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധിക്കെതിരെ വേറെ ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ചെയ്യുന്നതോ? ഇത് ഈ തെളിവ് ഇപ്പൊ ഈ പറയുന്നത് ഇത്രയെങ്കിലും പുറത്തു വരണ്ടേ? ഇവൻ കാണിച്ച. അല്ല, ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ, ഇതെല്ലാം സംഭവിച്ചു, രാഹുൽ രാജിവെച്ചില്ല, ഈ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകുമോ? കാലാകാലം ഇതുപോലുള്ള ഓഡിയോ ക്ലിപ്പുകളായിട്ട് കാലാകാലം വന്നുകൊണ്ടിരിക്കും? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരേപോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടൊന്നും ഇരിക്കില്ല. ഇതിന് എന്തെങ്കിലും ഒരു വിരാമം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്ത് വിരാമമാണ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ സെക്കൻഡ് ബൈ സെക്കൻഡ് ഓരോ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ സെക്കൻഡ് ബൈ സെക്കൻഡ് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓഡിയോയും സ്ക്രീൻഷോട്ടും എന്ത് മാറ്റമാണ്? ഇന്നിപ്പോ ഷാഫി പറമ്പിൽ വന്ന് പറഞ്ഞത് എന്താ? എല്ലാ നേതാക്കളും നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി, ഒരു പ്രസ്ഥാനമാണ്. ഇപ്പൊ ഒരു വീടായിട്ട് തന്നെ നമുക്ക് പറയാം, ഒരാള് പറഞ്ഞു, വി.ഡി. സതീശൻ പറഞ്ഞു, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിലപാട് ഉണ്ടാവും, വെയിറ്റ് ആൻഡ് സീ എന്നാണ് KPCC സണ്ണി ജോസഫും പറഞ്ഞത്. പക്ഷേ ഇവരെല്ലാവരും ഒന്നേ പറയാവൂ എന്നൊന്നും എവിടെയും പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ. എനിക്കുള്ള അഭിപ്രായം ആവില്ല ചേട്ടനുണ്ടാവുക, ചേട്ടന്റെ അഭിപ്രായമല്ല എനിക്കുണ്ടാവുക. അത് ഡിഫറെന്റ് ആവും. നിങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊന്നും ഒരിക്കലും ഒരു കോൺഗ്രസിനെ കമ്പയർ ചെയ്തുകൊണ്ട് പറയല്ല. ഇതിനൊരു സൊല്യൂഷൻ എന്തുണ്ടാകും എന്നൊരു ചോദ്യം എന്നോട് അല്പം മുമ്പ് ചോദിച്ചു. ഇതിനൊരു സൊല്യൂഷൻ, പല സൊല്യൂഷനും ഉണ്ടാകാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ വിവാദം ഉണ്ടായി. ആ കേസ് ഇപ്പൊ എങ്ങും ഇല്ലല്ലോ. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് എല്ലാവിധ സൗകര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി തന്നെ ചെയ്തു കൊടുത്തെന്നാണ് കഥ കേൾക്കുന്നത് പുറത്ത്. ഇനി അവർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് വായടപ്പിക്കാനായി? അതൊക്കെ ചെയ്തുകൂടെ? അതൊക്കെ ചെയ്യാമല്ലോ. ഇപ്പൊ അത് അന്വേഷിച്ചു. അല്ല ചേട്ടാ, അതൊക്കെ സെക്കൻഡറി ആണ്. ഇതിൽ ഫസ്റ്റ് തെളിയിക്കപ്പെടേണ്ടത് ഈ വോയിസ് ക്ലിപ്പും ഈ മെസ്സേജും എല്ലാം അയച്ചത് രാഹുലിനാണെന്ന് തെളിയിക്കപ്പെടണം. അതിന് ഒരുപാട് മെനക്കെടേണ്ട കാര്യമില്ല. രാഹുലിന് തന്നെ ഒരു കേസ് കൊടുക്കാം പോലീസില്. എനിക്കെതിരെ റിപ്പോർട്ടർ ചാനലിൽ അല്ലെങ്കിൽ കണ്ട മാധ്യമങ്ങളിൽ മാനനഷ്ട കേസ് അദ്ദേഹം കൊടുക്കട്ടെ. ഈ പറയുന്ന ടേപ്പ് കൊണ്ടുപോയി തെളിവ് കണ്ടെത്തട്ടെ. അദ്ദേഹത്തിന് പോലീസ് കേസ് കൊടുക്കാമല്ലോ. അതിനല്ലേ നീതി ന്യായം. ഞാനൊരു നിയുക്തനായ ജോലി, എന്റെ ഒരു ജനപ്രതിനിധിയാണ്, എനിക്കെതിരെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. അങ്ങനെ തെളിയിക്കട്ടെ. തെളിയിച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കട്ടെ. ഇത് രാഹുൽ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്ന ഒരു പ്രശ്നമല്ല ഇത്. രാഹുൽ മാങ്കൂട്ടല്ല, പിന്നെ ആരാ കൊണ്ടുവന്ന ഈ പ്രശ്നം? മാധ്യമങ്ങളല്ലേ ഇത്? ആകാശത്തു നിന്ന് ഒരു വിഷയം ഉണ്ടായി വരും, ഓഡിയോ വന്നു, അതിനൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വരണ്ടേ? നിങ്ങളൊരു ജേർണലിസ്റ്റ് അല്ലേ? നിങ്ങളെടുത്തൊരു വാർത്ത വരണം, പക്ഷെ അതിനൊരു വസ്തുത വേണം. ഒരു വാർത്ത കിട്ടുമ്പോൾ നമ്മൾ അങ്ങ് നേരെ അങ്ങ് കൊടുക്കുകയാണോ? നമ്മളായാൽ പോലും ഇപ്പൊ ഒരു ഓൺലൈൻ മീഡിയ ആണെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിന്റെ ഒരു ഫാക്ട് ചെക്ക്, നമുക്ക് തെളിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. രാഹുലിന് നേരെ കിട്ടിയ തെളിവുകളല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് രാഹുൽ അത് തെളിയിക്കുന്നത് വരെ, തനിക്ക് അബദ്ധം പറ്റിയിട്ടില്ലെങ്കിൽ താനല്ല അത് ചെയ്തതെന്ന് പറയുന്നത് വരെയും, ഈ കുട്ടി ഇത് രാഹുൽ ആണെന്ന് തെളിയിക്കുന്നത് വരെയും, 2 പക്ഷമാണ്, ഏതുമാകാം, അത് തെളിയിക്കുന്നത് വരെയും ഇത് ആരോപണമായി തന്നെ നിലനിൽക്കും.
ആരോപണം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കേസ് കൊടുക്കാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു വാർത്ത ഇപ്പൊ മീരയ്ക്ക് ഒരു വാർത്ത കിട്ടിയാൽ ആ സോഴ്സ് അത് റിലവന്റ് ആണോ, അത് ഫാക്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ലേ മീര ചെയ്യുള്ളൂ. അപ്പൊ ഈ കണ്ട മാധ്യമങ്ങളൊക്കെ ചുമ്മാ കണ്ണും പൂട്ടി ചെയ്തെന്നാണ് പറയുന്നത്. ഇതിലൊരു പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ആയിക്കോട്ടെ, രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെ എന്ത് ജേർണലിസം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടിക്ക് നേരെ വന്ന ആരോപണങ്ങളെല്ലാം സത്യമായിട്ടാണോ അന്ന് ആഘോഷിച്ചത്? കെ കരുണാകരനെതിരെ ചാരക്കേസ് വന്നില്ലേ, അതിന്റെ അവസാനം എന്താ? അതുപോലെ ഇത് പറട്ടെ, എന്റെ പരിസമാപ്തി ഉണ്ടാവട്ടെ. അങ്ങനെയാണ് വേണ്ടത്. എല്ലാം കൊണ്ടുവരുന്നതെല്ലാം ശരിയെന്നൊന്നും പറയാൻ അത് കാലമേ തെളിയിക്കുള്ളൂ. തെളിയിക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ.